ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2025 അവസാനിക്കുകയാണ്. 2026ലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കാമെന്ന് തോന്നി. കാരണം ഞാൻ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവണം. എന്തെങ്കിലും ഒരു വിഷൻസൊക്കെ നമ്മളതിൽ വേണ്ടേ. അതൊക്കെ ഇപ്പോഴാണ് തോന്നി തുടങ്ങിയത്. ലേറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ചെയ്യാമെന്നുള്ളതല്ലേ ഇനി പറ്റുള്ളൂ. സമയത്തിന് നമുക്കൊരിക്കലും ബാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കും പറഞ്ഞുതരാമെന്നും കൂടെ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറേ ദിവസം ട്രൈ ചെയ്തിട്ടാണ്. വേറൊന്നുമല്ല, എനിക്ക് എക്സാം ആയതുകൊണ്ട് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്സ് എടുത്തിട്ട് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മേ ബി ചില ആൾക്കാർക്കൊക്കെ വിഷൻ ബോർഡ് എന്താണെന്ന് അറിയുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വിഷൻ ബോർഡ് എന്നാൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പിന്നെ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം ഒരു ഇമേജസിലൂടെയോ അല്ലെങ്കിൽ വേർഡ്സിലൂടെയൊക്കെ നമ്മൾ ഒരു ബോർഡിൽ കൊളാഷ് പോലെ ഒട്ടിച്ച് വെക്കുന്നതിനാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ ദിവസവും ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളും നമ്മുടെ ഡ്രീംസ്, അതായത് നമുക്കൊരു കാറ് വാങ്ങാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ആദ്യം തന്നെ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചും ഡ്രീംസിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഗോൾസ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ആഗ്രഹം ഉണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അങ്ങനെയൊക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ ആദ്യം തന്നെ 2026 ഒരു ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ട്. അതായത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള ഇമേജസും വേർഡ്സും കളക്ട് ചെയ്ത് വെക്കാം. വേർഡ്സ് ആയിരിക്കും എൻ്റെ ഒരു സംബന്ധിച്ചിടത്തോളം, എനിക്ക് വേർഡ്സാണ് ഒന്നും കൂടി മോട്ടിവേഷൻ തരുന്നത്. സോ ഞാൻ വേർഡ്സാണ് കൂടുതൽ കളക്ട് ചെയ്തത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്കിതൊന്ന് പ്രിൻ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റലി ഇതെല്ലാം ഒന്ന് ഒരു A4 ഷീറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ക്യാൻവ എന്നിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് ഫോണിലും ലാപ്ടോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഫോണിനേക്കാളും കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിലാണ് എങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് ക്യാൻവയിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ക്യാൻവ കയറിയിട്ട് നിങ്ങൾക്ക് A4 ഷീറ്റ് അല്ലെങ്കിൽ A3 സൈസ് ആണെങ്കിൽ അതെടുക്കാം. ഞാൻ A4 ഷീറ്റിലാണ് ചെയ്യുന്നത്. എന്നിട്ട് A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസും വേർഡ്സൊക്കെ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ക്യാൻവയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓരോ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കട്ട് ചെയ്തിട്ടാണല്ലോ എന്തായാലും എടുക്കുക. അപ്പോൾ മാക്സിമം ഞാൻ സ്പേസൊക്കെ ഫില്ല് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇത് നമ്മൾ ക്യാൻവയിൽ അറേഞ്ച് ചെയ്താൽ മാത്രം പോരാ, നമുക്കിത് നമ്മുടെ വിഷൻ ബോർഡിലും ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ സ്കൈയും പിന്നെ നല്ല മഞ്ഞുമലയൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ. ഞാനെല്ലാം പ്രിൻ്റ് എടുത്തു. പ്രിൻ്റ് എടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് അവർ ഈ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ബോർഡ് ഞാൻ വാങ്ങി. അങ്ങനെ ഈ ബോർഡിലാണ് നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റെപ്പാണിത്. വിഷൻ ബോർഡിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്.
അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഒന്നും കൂടി വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും കൂടി കുഴപ്പമില്ലാന്ന് തോന്നുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഓരോ ഇമേജസും ഞാൻ ഇരുന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല വൃത്തിക്ക് കട്ട് ചെയ്യണം, കാരണം നമുക്ക് അത്രയും വിഷ്വലി നല്ല സെറ്റാക്കി വെക്കാനുള്ളതല്ലേ. സോ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്രീംസിനും ഗോൾസിനും ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന പോലെ നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ല ഫോക്കസ്ഡ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഒന്നാമത് എനിക്ക് ഫസ്റ്റ് തന്നെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തോന്നിയത്. നമ്മുടെ ആഗ്രഹങ്ങളും ഗോൾസൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രമായിരിക്കും, പക്ഷേ നമ്മളതിന് എഫേർട്ട് ഇടുന്നുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ കാണാൻ പറ്റിക്കോണമെന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി നമ്മുടെ ഇൻട്രസ്റ്റിനെ, അതായത് നമ്മുടെ ഗോൾസിനെയും ഡ്രീംസിനെയൊക്കെ ഒന്നും കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും കാര്യത്തിലെടുക്കുകയും ചെയ്യുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. എന്നും ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിലുള്ള വേർഡ്സ് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് വേർഡ്സാണ്. കാരണം എനിക്ക് ഇമേജസിനാട്ടിലും കൂടുതൽ വേർഡ്സാണ് ഒന്നും കൂടി എന്നെ ഒന്ന് ഇൻസ്പയർ ആക്കി വെക്കുന്നത്. മൈൻഡിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ ഫിക്സ് ആകുമ്പോൾ ഡെയിലി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡേനെ തന്നെ ചിലപ്പോൾ അത് ബെറ്ററാക്കും. ചിലപ്പോൾ എന്നല്ല, എന്തായാലും ബെറ്ററാക്കും. എന്നും ചിലപ്പോൾ നമ്മൾ ഒരേ ഒരു മൈൻഡിലായിരിക്കില്ല പോവുക. ഭയങ്കര ലോസ് ഉള്ള ടൈമിലുണ്ടായിരിക്കും, ഭയങ്കര വീക്കായിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിലൊക്കെ നമ്മൾ ഈ വേർഡ്സ് കാണുമ്പോൾ അത് നമ്മളെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഡേനെ ബെറ്ററാക്കും. സോ വിഷൻ ബോർഡ് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത് നിങ്ങൾ പോസിറ്റീവാക്കി നിർത്തും. ഇങ്ങനൊരു വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. സോ അത്രയ്ക്കാണ് എനിക്കിതിൽ പറയാനുള്ളത്. അങ്ങനെ എൻ്റെ വിഷൻ ബോർഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ. എന്തോ വലുത് ചെയ്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും വിഷൻ ബോർഡ് ട്രൈ ചെയ്യുക. കാരണം വിഷൻ ബോർഡ് എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും. സോ ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.